ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് ഇത് ഹുണ്ടായി i10 ആണ്, പഴയ മോഡൽ i10 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ടർ റോഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് കട്ട 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 കട്ടാന്നുള്ള അടിയാണ് കേൾക്കുന്നത്. അതായത് സസ്പെൻഷൻ സൗണ്ട് നല്ല രീതിയിൽ കിടക്കിട് കട 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 കടാന്നുള്ള സൗണ്ട് കട്ടറിലൂടെ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അതപ്പോൾ എന്തൊക്കെയാണ് അഴിച്ചു വെച്ചേക്കുന്നത്, എന്തൊക്കെയാണ് പോയതെന്ന് നമുക്ക് നോക്കാം. അതായത് റഫ് റോഡിൽ ചെറിയ തരിപ്പുള്ള ചെറിയ കട്ടറുള്ള റോഡിൽ പോയാലും നല്ല കട്ടർ റോഡിൽ പോയാലും ആ സൗണ്ട് ഒരേപോലെ നല്ല ബോഡിയിൽ നല്ല ഒരു മുഴക്കം പോലെ കട്ട 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 കട കടാന്നുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ 2 ഷോക്കും അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോക്കിൻ്റെ കണ്ടീഷൻ നമുക്ക് മെയിനായിട്ട് നോക്കാം. അതുപോലെ നമ്മളിതിൻ്റെ ലിങ്ക് റോഡും അഴിച്ചു വെച്ചിട്ടുണ്ട്. സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് എന്ന് പറയും. അതായത് ഇത് ബാലൻസ് റോഡാണ്. ഇതിൽ വരുന്ന സ്റ്റെബിലൈസറിൽ വരുന്ന ലിങ്ക് റോഡും ഷോക്കിലോട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് അഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഷോക്ക് അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷോക്കിൻ്റെ ആക്ഷൻ നമുക്കൊന്ന് നോക്കാം. പെട്ടെന്ന് താഴോട്ട് പോവാണ്. അതേപോലെ തന്നെ അതായത് നമ്മൾ ഷോക്ക് പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് താഴോട്ട് പോകുന്നു. അതേപോലെ റിട്ടേൺ ഷോക്ക് വരുന്നില്ല. റിട്ടേൺ ഷോക്ക് ഇതാണ്ട് ഒരു ശകലം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ. പക്ഷേ പൂർണ്ണമായിട്ടും മുകളിലോട്ട് വരുന്നില്ല. ആക്ഷൻ തീരെ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ അത് സ്റ്റോപ്പായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫുള്ള് വലിക്കുന്ന സമയത്ത് മുകളിലോട്ടും നല്ലപോലെ ഫ്രീ ആണ്. പക്ഷേ ഈ ഒരു ആംഗിളാണ് സൗണ്ട് കൂടുതലായിട്ടും കേൾക്കുന്നത്. അതായത് നമ്മൾ കട്ടറിലങ്ങോട്ട് കയറുമ്പോൾ, ചെറിയ കട്ടറിലൊക്കെ കയറുമ്പോൾ ഇത് ചെറുക താഴെ പോകുന്നു, ഇവിടെ വന്ന് ഇടിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കിടക്കുന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കടകടാന്നുള്ള മെയിനായിട്ട് കേൾക്കുന്ന ഒരു സൗണ്ട്. അതായത് ഈ ഷോക്കിന് തീരെ ആക്ഷൻ കുറഞ്ഞതുകൊണ്ടാണ് ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഈ ഷോക്ക് റിട്ടേൺ വരുന്നില്ല. ഈ ഷോക്ക് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ ഷോക്കിൻ്റെ ആക്ഷൻ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പുതിയ ഷോക്ക് എടുത്തിട്ടുണ്ട്. മോൺട്രോയാണ് ഷോക്ക്. ഇതിനെ സംബന്ധിച്ചോളം RH, അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വ്യത്യാസം ഉണ്ട്. ഇത് റൈറ്റ് സൈഡ് ഷോക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വിടുമ്പോൾ നല്ല രീതിയിൽ മുകളിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹാർഡായിരിക്കും ഇത് താഴോട്ട് പ്രസ് ചെയ്യാനായിട്ട്. വിടുമ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം ഷോക്കിൻ്റെ ആക്ഷൻ കിട്ടേണ്ടത്. ഈ ആക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടറിൽ പോകുമ്പോൾ കടകടകടാന്ന് അടിക്കാൻ തുടങ്ങും. ടയർ തേയ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ക്യാമ്പറിന് ഷോക്ക് താന്നു കഴിഞ്ഞാൽ ക്യാമ്പറിന് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതേ രീതിയിലുള്ള ആക്ഷൻ നമുക്ക് കിട്ടണം. ഓക്കെ, പക്ഷേ ഈ ഷോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫ്രീ ആയിട്ട് അങ്ങ് താഴെ പോകുന്നു. ഒരു ശകലം മാത്രമേ പൊങ്ങുന്നുള്ളൂ. ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഇത്രയും വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ്. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഇവിടുന്ന് ഇത്രയും ഫ്രീ പ്ലേ ആണ് വരുന്നത്. ഇത് പെട്ടെന്ന് താഴോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൗണ്ടാണ് കിടക്കിടക്കെന്ന് കേൾക്കുന്നത്. താഴോട്ട് പോയിട്ട് പെട്ടെന്ന് വന്ന് മേളിലോട്ട് ഇടിക്കുന്ന ആ ഒരു സൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലിങ്ക് റാഡിൻ്റെ അവസ്ഥ നോക്കാം. ഇതാണ് ഇതിൻ്റെ പഴയ ലിങ്ക് റാഡ് വരുന്നത്. അപ്പോൾ ഈ ലിങ്ക് റാഡിൽ ഈ ഒരു പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതും ചെറിയ കട്ടർ റോഡിൽ പോകുമ്പോൾ കിടക്കിടക്കിടക്കിടക്കെന്നുള്ള സൗണ്ട് കേൾക്കും. പക്ഷേ ഇതിനെ സംബന്ധിച്ചോളം വലിയ സൗണ്ട് കേൾക്കത്തില്ല. ചെറിയൊരു കിടക്കിടക്കിടക്കിടാന്നുള്ളൊരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്നതായിട്ട്, അതായത് താഴത്തെ ഭാഗത്തുനിന്ന് ആ സൗണ്ട് കേൾക്കുന്നതായിട്ട്, ചെറിയ കട്ടറിലൊക്കെ പോകുമ്പോൾ ആ സൗണ്ട് കേൾക്കുന്നതായിട്ട് ഈ ലിങ്ക് റോഡ് പോയി കഴിഞ്ഞാൽ കേൾക്കുക. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സൗണ്ടാണ് കേൾക്കുന്നത്. കിടക്കിടക്കിടാന്നുള്ള അടിയാണ്. അത് ഈ ഷോക്കിൻ്റെ അതുകൊണ്ടാണ് മെയിനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂടെ നമ്മൾ ഈ ലിങ്ക് റോഡ് ചെക്ക് ചെയ്തപ്പോൾ ഇതിന് പ്ലേ ഉണ്ട്. അപ്പോൾ ഈ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബോൾ തേഞ്ഞാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ലിങ്ക് റാഡിലൂടെ മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷോക്ക് മാറുമ്പോൾ എപ്പോഴും ഷോക്കിൻ്റെ മൗണ്ടിങ് അതുപോലെ തന്നെ കിറ്റും കാര്യങ്ങളൊക്കെ മാറി വിടുക. അത് കറക്റ്റ് ബെയറിങ്ങിന് ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കറക്റ്റായിട്ട് തന്നെ മാറി വിടുക. ഓക്കെ, അപ്പോൾ ഹുണ്ടായി i10ൻ്റെ കട്ടറിൽ പോകുമ്പോൾ ഉള്ള ആ സൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ചെറിയ കട്ടറിലൊക്കെ പോകുമ്പോൾ കടകട സൗണ്ട് കേൾക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.